അപ്പോൾ നമ്മളിന്ന് ചേരാട്ടനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അളിയൻ ചേരാട്ട. ചേരാട്ട 2-3 ഐറ്റംസ് ഉണ്ട്. ചേരാട്ടല്ല, ശരിക്കും തേരട്ട എന്നാണ്. അതായത് തേരിൻ്റെ മാരത്തൊരു അട്ട. അതാണ്ടില്ലേ, ഇതിന് കാലിൻ്റെ എണ്ണം എണ്ണീട്ട് അല്ലോ. ഇത് ഇച്ചേക്ക് അഭിനയിക്കാൻ അറിയില്ലാന്ന് തോന്നുന്നു. നമ്മളൊന്ന് വീഡിയോ ചെയ്യാൻ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ അപ്പോൾ ഏതായാലും നമ്മൾ ഈ അളിയൻ ചേരാട്ടാന്ന് എങ്ങനെ പേര് മൂണെന്ന് നമ്മൾ സാമാന്യ കോമൺ സെൻസിന് വെച്ചാണ് നോക്കുകയാണെങ്കിൽ പറയാം. ഇത് വിരുന്നുകാരാണ് ശരിക്ക്. അതായത് ഇത് എല്ലാ കാലത്തും ഈ ചേരാട്ടം നമ്മൾ കാണൂല. ഇതിനെ കാണൽ കൂടുതലും മഴക്കാലത്താണ്. മുത്തുമ്പളതിനെ പോയേക്കല്ലേ അത് മഴക്കാലത്താണ് ഇതിനെ കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, മറ്റൊരു പ്രത്യേകത ഭംഗി തന്നെയാണ്. നല്ല ഭംഗിയാണ് ഇതിന്. ഇതുകൊണ്ട് ഈ മഞ്ഞ് വാര്യം. ഇതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളെ ശല്യങ്ങളൊന്നുമില്ല. ഇത് മേത്ത് കൂടി അരിച്ചിട്ട് തണറ് വീഴുക അങ്ങനത്തെ പ്രശ്നങ്ങൾ വല്ലാതല്ല. നേരെ മറിച്ച് നമ്മളെ നാട്ടിൽ കാണുന്ന ചുവന്ന ചേരാട്ട. ആ ചുവന്ന ചേരാട്ടൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അത് മേത്ത് കൂടി ശരീരം പൊള്ളും, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും ആൾക്കാർക്ക് പേടിയും കൂടുതൽ അറപ്പും ഈ ചേരാട്ടനോടാണ്. ഇത് നല്ല ചൊറുക്കും നല്ല പേടിയും രണ്ടും സമ്മിശ്രമാണ് ഈ ചേരാട്ടൻ്റെ പ്രത്യേകത. നിക്കടി ഈ ചേരാട്ടൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. പിന്നെ മറ്റേ ചുവന്ന ചേരാട്ടൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അത് ഇതുമാതിരി ചമ്മന്തിയിൽ അറിഞ്ഞവരെ ഇപ്പോൾ ചുവന്ന മുളകിട്ടാണ് ചമ്മന്തി അരക്കണമെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ചേരാട്ട കൊയിഞ്ഞാടി നമ്മൾ മിക്സിയിലൊക്കെ അഥവാ എവിടെയെങ്കിലും അത് ബൈ ചാൻസിൽ കുടുങ്ങി അരഞ്ഞാൽ ഒരിക്കലും ചുവന്ന ചേരാട്ടാകുമ്പോൾ മനസ്സിലാക്കി. പക്ഷെ ഇതാണ് വേഗം മനസ്സിലാവും. ഇനി ചുവന്ന മുളകിൻ്റെ കൂട്ടത്തിലിട്ടാണ് ഇത് അരഞ്ഞാലും അത് അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരിക്കൽ നമ്മൾ ഒരു 5-8 കൊല്ലം മുമ്പ് നമ്മളെ വീട്ടിൽ ഓടിട്ട വീടായെന്ന് അങ്ങനെ സംഭവിച്ചാണ്. മിക്സിയിൽ ചുവന്ന ചേരാട്ട യാദൃശികമായിട്ട് എങ്ങനെ പൊട്ടുന്നാവും. മുളക് ചുട്ട ചുവന്ന മുളകായിരുന്നു. അതുകൊണ്ട് അവസാനം പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയിക്കാണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നു. കാരണം അത് അത്യാവശ്യം അകത്തതിൻ്റെ ശേഷമാണ് സംഭവം അറിയണ്ടേ. അല്ല, 3-4 കഴിച്ച ആൾ അത് അതിൻ്റെ ചുവമാറ്റം വന്നപ്പോൾ ആ ചുവന്ന ചേരാട്ട അതിൽ കുടുങ്ങിയെന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെയാണ് അതിൻ്റെ ഇത് മനസ്സിലാണ്ട്. ഈ സാധനം പക്ഷെ വീടിൻ്റെ അകത്തുനിന്ന് അത്ര പെട്ടെന്ന് കയറില്ല. വീട്ടിൻ്റെ മച്ചിലൊന്നും അങ്ങനെ കാണാത്തൊരു സാധനമാണ് നമ്മൾ അളിയൻ ചേരാട്ട. അളിയൻ തന്നെയാണ് ശരിക്ക്. കാരണം അവസാനം ഒരു മഴക്കാലത്ത് മാത്രം ഉണ്ടാവും. നല്ല ഭംഗിയാണ്. നമുക്ക് ചെറുപ്പത്തിൽ പേടിയാണ്. ഇപ്പം ഈക്കേക്കൊന്നും വലിയ ഇതിലൊന്നും പേടില്ല. മുത്തുമ്മക്ക് പേടില്ല. പക്ഷെ അതിന് തൊടാൻ പാടില്ല കേട്ടോ. ഒരു ചായ ഉണ്ടോ. പിന്നെ ഇത് തൊട്ടാലൊരു ശരീരത്തിലൊക്കെ ആയ ഒരു പ്രത്യേക തരം സ്മെല്ലാണ്. മറ്റേ ചേരാട്ട ഇത്ര സ്മെല്ലില്ല, ആ ചുവന്ന ചേരാട്ട. അപ്പോൾ നമ്മൾ ചുവന്ന ചേരാട്ട ഈ വീഡിയോ ചെയ്യാൻ നോക്കിയപ്പോൾ എവിടെയും കാണുന്നില്ല തിരഞ്ഞിട്ട്. പിന്നെ അതും അല്ലാത്തൊരു നല്ല വണ്ണത്തുള്ള വേറൊരു ചേരാട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങളെ നാട്ടിലൊന്നും വല്ലാതില്ല, അപൂർവമായിട്ട് അത് കാണുള്ളൂ. വയനാടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേക്കാം. പിന്നെ അതേപോലെ നമ്മളെ നാട്ടിൽ പുഴവക്കത്തൊക്കെ ചില സ്ഥലത്ത് ഉണ്ടാകുന്നുണ്ട് ചേരാട്ട പോയ. അപ്പോൾ ഇതാണ് അളിയൻ ചേരാട്ടൻ്റെ വിശേഷങ്ങൾ.